സുദിനം. നിർവഹണം ഡോക്ടർ കാർമലി ജോൺ ദ്വാരക. ഇന്ന് ജൂൺ 26, അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. 1987 ജൂൺ 26 ഓസ്ട്രിയയിലെ വിയന്നയിൽ നടന്ന ഉച്ചകോടിയിലാണ് ലഹരിക്കെതിരെ ഒരു ദിനാചരണം എന്ന ആവശ്യം ആദ്യമായി ഉന്നയിക്കപ്പെട്ടത്. 1989 മുതൽ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണം നടപ്പിലായി. നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ, പുതിയ വെല്ലുവിളികൾ, നൂതന പ്രതികരണങ്ങൾ, ലഹരിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇത്രയും കാര്യങ്ങളാണ് ഈ വർഷത്തെ പ്രധാന ചർച്ചാ വിഷയം. സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ വിപത്തുകളിൽ ഒന്നാണ് ലഹരി മരുന്നുകളുടെ അടിമത്തം. മസ്തിഷ്കത്തിന്റെ ഏറ്റവും അപകടകാരിയായ ഒരു വ്യാധിയായി നമുക്കിതിനെ നിർവചിക്കാം. അനിയന്ത്രിതമായ മാനസികാവസ്ഥകളിലേക്ക് ഒരു വ്യക്തിയെ നയിക്കുവാൻ ലഹരി മരുന്നുകൾക്ക് സാധിക്കും. വ്യക്തിയുടെ നിയന്ത്രണം ലഹരി വസ്തുക്കളുടെ കൈകളിലേക്ക് വഴുതി മാറുന്ന അവസ്ഥ. എത്ര തന്നെ വിപരീതവും ദൗർഭാഗ്യങ്ങളുമായ പരിണിത ഫലങ്ങൾ ഉണ്ടായാലും ആ വിപത്തിനു പിന്നാലെ നിസ്സഹായനായി പിന്തുടരുന്ന വ്യക്തികൾ ലഹരി മരുന്നുകളുടെ തമോമയമായ വശത്തെ പ്രതിനിധാനം ചെയ്യുന്നു. ജീവിതത്തിന്റെ പരമമായ ലക്ഷ്യങ്ങളുടെയും സ്വപ്നങ്ങളുടെയും ഗതി തെറ്റിക്കുവാൻ ഇടയാക്കുന്ന ലഹരി അടിമത്തം ആർക്കും എപ്പോൾ വേണമെങ്കിലും പിടിപെടാവുന്ന ഒന്നാണ്. സ്വയം പീഡിപ്പിക്കുവാനും കുടുംബ ബന്ധങ്ങളിൽ വിള്ളലുകൾ സമ്മാനിച്ചുകൊണ്ടിരിക്കുവാനും ഇത്തരം വ്യക്തികൾക്ക് തെല്ലും മടി കാണില്ല. സ്വയം നശിക്കുക മാത്രമല്ല, സമൂഹത്തെ കൂടി നശിപ്പിക്കുന്ന പ്രവണതയാണ് ഇത്തരക്കാരിൽ കണ്ടുവരുന്നത്. എത്രയും വേഗം ലഹരി മരുന്നുകളുടെ പിടിയിൽ നിന്നുള്ള മോചനത്തിനു വേണ്ടി ശ്രമിക്കുന്നുവോ അത്രയും വേഗം ജീവിതത്തിൽ ഒരിക്കൽ കൂടി നല്ല വ്യക്തിത്വത്തിനുടമയായി ജീവിക്കുവാനുള്ള അവസരം ഒരാൾക്ക് ലഭിക്കും. എന്നാൽ വൈകുന്തോറും സ്വച്ഛ ജീവിതത്തിന്റെ സാധ്യതകൾ മങ്ങി നാം അന്ധകാരത്തിലാവുകയും ചെയ്യും. ലഹരിയാക്കി മാറ്റേണ്ടത് നമ്മുടെ ജീവിതമാണ്, വായനയാണ്, ജോലിയാണ്, സുന്ദരമായ സൗഹൃദങ്ങളാണ്, നമ്മിലെ വൈവിധ്യമാർന്ന കഴിവുകളാണ്. സ്വയം പ്രതിരോധമാണ് ലഹരി മരുന്നുകൾക്കെതിരെയുള്ള ശക്തമായ ആയുധം. പലപ്പോഴും നാം നമുക്ക് ചുറ്റുമുള്ള ആൾക്കാരുടെ സ്വാധീന വലയത്തിൽ കുടുങ്ങാറുണ്ട്. ഇന്ന് പടരുന്ന ലഹരി മരുന്നുകളുടെ ഉപയോഗവർദ്ധനവിന്റെ മൂലകാരണം സുഹൃത്ത് ബന്ധങ്ങളിൽ നിന്നും സുഹൃത്ത് ബന്ധങ്ങളിലേക്കുള്ള ഇതിന്റെ വ്യാപനമാണ്. പ്രത്യേകിച്ചും യുവതലമുറയാണ് ഈ മാരക വസ്തുവിന്റെ പിടിയിൽ അമരുന്നതെന്ന തീർത്തും നിരാശാജനകമായ വസ്തുത നമ്മെ ദുഃഖിപ്പിക്കുന്നതാണ്. ഒരുവൻ ലഹരി ഉപഭോക്താക്കളായ ഒരു കൂട്ടത്തിൽ അകപ്പെട്ടാൽ കാലക്രമേണ ആ ശീലം അവൻ സ്വന്തമാക്കുന്നു. ദുർബല മനസ്കർ കൂടുതൽ ജാഗ്രത പാലിക്കുക അനിവാര്യമാണ്. ലഹരി വസ്തുക്കളുടെ ഉപയോഗം വഴി ആഹ്ലാദം നിറയും, ശാരീരിക ക്ഷീണം, വല്ലായ്മ എന്നിവ മാറും എന്നൊക്കെയുള്ള തെറ്റിദ്ധാരണകൾ തീർത്തും വിപരീതമായ അനുഭവങ്ങളും തിക്തഫലങ്ങളുമാണ് സമ്മാനിക്കുന്നത്. നേരെ നടക്കുവാനോ സംസാരിക്കുവാനോ ചിന്തിക്കുവാനോ പെരുമാറുവാനോ വയ്യാത്ത വിധം വിവേചന ബുദ്ധിയെയും പരിസരബോധത്തെയും ഇത് നശിപ്പിക്കുന്നു. ദഹന വ്യവസ്ഥയെയും കരളിനെയും ദോഷകരമായി ബാധിച്ച് മരണം വരെ സംഭവിച്ചേക്കാം. സ്വന്തം പ്രശ്നങ്ങളിൽ നിന്നും ഒളിച്ചോടുന്നവരും മരണം വരിക്കുന്നവരും സുലഭമാണ്. കൂടാതെ അപകടങ്ങൾ, അക്രമങ്ങൾ, കുറ്റകൃത്യങ്ങൾ, മാനസികാരോഗ്യ പ്രശ്നങ്ങൾ എന്നിവ വർദ്ധിക്കുന്നതായും പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കണമെന്ന് തോന്നുമ്പോഴൊക്കെയും അവ നൽകുന്ന ശാരീരിക വിപത്തുകളെയും മാനസിക പ്രശ്നങ്ങളുടെയും ധാർമ്മിക അധപതനത്തിന്റെയും സമൂഹത്തിന്റെ ഒറ്റപ്പെടുത്തലുകളുടെയും സാമ്പത്തിക ബാധ്യതകളുടെയും ഭയപ്പെടുത്തുന്ന പരിണിത ഫലങ്ങളും റിപ്പോർട്ടുകളും നിറഞ്ഞ ചിത്രങ്ങൾ നമ്മുടെ മനസ്സിൽ തെളിയട്ടെ. കാരണം ഇപ്പറഞ്ഞവയൊക്കെയും ലഹരി അടിമകൾക്ക് അവ സമ്മാനിക്കുന്ന മധുരോപഹാരങ്ങളാണ്. കൗമാര കൗതുക കൗശലങ്ങളിൽ വീണുപോകാതിരിക്കുവാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രിയപ്പെട്ടവരെ, ഭൂമിയിലെ ഈ ജീവിതം ഒരു അമൂല്യ സൗഭാഗ്യമാണ്. അതിനെ തെറ്റായ ദിശയിലേക്ക് വലിച്ചെറിയാതിരിക്കുക. ലഹരിയോട് ഇല്ലെന്ന് പറയാൻ നമുക്ക് ധൈര്യമുണ്ടാകണം. ആരോഗ്യകരമായ ജീവിതത്തോട് അതെ എന്ന് പറയുവാനുള്ള മനോധൈര്യം നമ്മിലുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. നിർവഹണം ഡോക്ടർ കാർമലി ജോൺ ദ്വാരക. സുദിനം.